ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ഫ്രോക്ക് നമ്മളൊരു 4 ഇയർ ബേബി 26 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 to 5 ഇയർ വരെ 26 നമുക്ക് കറക്റ്റ് സൈസാണ് കേട്ടോ. ഫുൾ ലെങ്ത്ത് അല്ല, ഹാഫ് ലെങ്ത്താണ്, ഫുൾ സ്ലീവാണ്. അതുപോലെ തന്നെ നല്ല സീക്വൻസ് ടൈപ്പ് മെറ്റീരിയൽ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ സീക്വൻസ് മെറ്റീരിയൽ ആയിട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ ടോപ്പ് പാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല പഫായിട്ടുള്ള സ്ലീവ് എടുത്തിട്ടുണ്ട്, ഹൈനെക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ടോട്ടലി ടോപ്പ് പോർഷൻ തന്നെ ഏകദേശം 3/4 മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ട്. താഴേക്കുള്ള പീസ് 5 മീറ്ററാണ് കേട്ടോ. 5 മീറ്ററിലാണ് നമ്മൾ ഈ സ്കേർട്ട് പോർഷൻ ചെയ്തിട്ട് 5 മീറ്ററിൽ 2 ലെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 മീറ്റർ അപ്പോൾ ലെയർ കൊടുത്തിട്ടുണ്ട്. 5 മീറ്റർ നമ്മൾ ഡബിളാക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ. അതുപോലെ ലൈനിങ് നമ്മൾ 1.5 മീറ്റർ കോട്ടൺ ലൈനിങ്ങും 1.5 മീറ്റർ ക്രൈപ്പ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമ്മൾ ആ ഒരു സെയിം ടോപ്പ് പോർഷൻ്റെ പീസ് കൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ബോ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സെയിം ഹെഡ് ബാൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈനെക്ക് നമ്മൾ സാധാ ചെയ്യുന്ന ആ ഒരു നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ഹൈനെക്ക് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് തന്നെയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബേബിക്ക് ഇട്ടിട്ടും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1,800 ആ ഒരു റേഞ്ചിലാണ്. ഇതിന് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 600 രൂപയാണ് കേട്ടോ. അപ്പോൾ ഹൈനെക്കും അതുപോലെ ഫുൾ സ്ലീവ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ 600 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ചാർജൊക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു ഡേസി മെറ്റീരിയൽ നമ്മൾ ഇതുവരെ ഒരു മിനി ഫ്രോക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പ്ലെയിൻ നെറ്റിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേസി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ വരുന്നതുകൊണ്ടാണ് ഇത് ഡേസി മെറ്റീരിയൽ എന്ന് പേര് അറിയുന്നത്. അപ്പോൾ ഇത് ഒരു 1 ഇയർ സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 17 സൈസിലാണ് കേട്ടോ. ഫുൾ സെറ്റാണ് കേട്ടോ. ബർത്ത്ഡേ സെറ്റായിട്ട് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മെറ്റീരിയൽ ടോട്ടലി 2.5 മീറ്റർ ഡേസി മെറ്റീരിയലും അതുപോലെ 1.5 മീറ്റർ പ്ലെയിൻ നെറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ 2.5 മീറ്റർ ഫുള്ളായിട്ട് നമ്മൾ ഇതിന് എടുത്തിട്ടില്ല. അത് കുറച്ച് നമുക്ക് ബാലൻസ് വരും. എന്നാലും ആ ഒരു പ്ലെയിന് അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ 2.5 to 1.5 അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1,300 അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് മാത്രം ഇതിനൊരു 500 രൂപ ആ ഒരു റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് ഇത് ഷൂ ആൻഡ് ഹെഡ് ബാൻഡൊക്കെ ഫുൾ സെറ്റാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കേർട്ടാണ്, ടോപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത് അംബ്രല്ലയാണ്. അതുപോലെ പ്ലെയിൻ നെറ്റല്ല കേട്ടോ, ഇത് ഷിഫോണിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. താഴെ നമ്മൾ ഫിഷ് എമ്മൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബെൽറ്റിൽ നമ്മൾ ആ ഒരു ടോപ്പ് പോർഷൻ്റെ വർക്ക് പീസ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് പോർഷൻ ചെയ്തിട്ടുള്ളത് വെൽവെറ്റിൽ നമുക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടി വരുന്ന ഒരു പീസാണ്. അതുപോലെ താഴെ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വി ഷേപ്പിലാണ് നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ഭാഗത ബ്ലൗസിൻ്റെ ആ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് നമ്മൾ ഇത് ഹുക്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഭാഗം ഹുക്സാണ്. അപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ഹുക്സാണ് കൊടുക്കാൻ നല്ലത്. അതുപോലെ ഹാൾട്ടർ നെക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലേസ് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലേസ് വാങ്ങാൻ കിട്ടും, പക്ഷേ അതൊരു പെർഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മുത്തെടുത്തിട്ട് തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾക്ക് ടോട്ടലി സ്കേർട്ട് പോർഷന് മാത്രം 1.5 മീറ്റർ മെറ്റീരിയൽ വന്നിട്ട് 16 ഇഞ്ചാണ് സ്കേർട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ടോപ്പ് നമ്മൾ 9 ഇഞ്ചിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും ഏകദേശം 1.5 മീറ്റർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പ് പോർഷന് നമ്മൾ 1/2 മീറ്ററിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ കൊടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ 1,400 ആ ഒരു റേഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 500 രൂപ 600 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ. തുന്നൊക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇതാ മോഡലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്കേർട്ട് നമ്മൾ 1 ഇയർ ഫുൾ ലെങ്ത്താണ് 16 ഇഞ്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോപ്പ് നമ്മൾ ക്രോപ്പ് ടോപ്പ് ടൈപ്പിൽ ഏകദേശം ഒരു വയറ് കാണുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് വശം ഒരു 1.5 ഇഞ്ചും കൂടെ കുഴിച്ചിട്ട് ഒരു 8 ഇഞ്ച് 7.5 ഇഞ്ച് ആ ഒരു സൈസിലാണ് കേട്ടോ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. സെയിം നമ്മൾ ടിക്കാണ് ഒരു ക്ലിപ്പായിട്ടാണ് ഇതിൻ്റെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അത് ആ കസ്റ്റമർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ ആവശ്യ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്തു കൊടുത്താണ്. ബാക്കിൽ നമ്മളിത് ആ ഹുക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രോപ്പ് ടോപ്പ് ആകുമ്പോൾ സിബിനേക്കാളും ഒന്നും കൂടെ പെർഫെക്റ്റ് ഹുക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. താഴെ നമ്മൾ മടക്കി തയ്ക്കണതിന് പകരം നമ്മളത് നല്ലോണം ഉരുട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യൂലേ, സിഗ്സാഗ് സ്റ്റിച്ച് ഫാഷൻ മേക്കറിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നല്ലൊരു എന്താ പറയുക പഫ് സ്ലീവ് കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു സ്ലീവിൻ്റെ ഫ്രോക്കാണ് കേട്ടോ. ഇത് സിമ്പിൾ ഫ്രോക്കാണ്, പക്ഷേ ഇതിൻ്റെ ഹൈനെക്കും ഈ ഒരു സ്ലീവാണ് കേട്ടോ ഇതിന് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ കിട്ടിയതിന് ശേഷം ബേബി ഇട്ട ഫോട്ടോസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടോപ്പ് പോർഷന് കുറച്ചൊരു മെറ്റീരിയൽ കുറച്ച് സീക്കനൊക്കെ വരുന്നൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് അതാണ് ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. ബാക്കിൽ നമ്മൾ നല്ലൊരു ബോ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ആ ബോ സിൽവറിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്ലാക്കിന് എപ്പോഴും സിൽവറാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ 1/2 മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. സ്കേർട്ട് പോർഷൻ 5 മീറ്റർ മെറ്റീരിയൽ നമ്മൾ നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വയസ്സിന് 18 സൈസിലാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1400 ആ ഒരു റേഞ്ചിലാണ്. സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് 600 രൂപയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കാണ്. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും താഴേക്ക് നമ്മൾ ഇതിന് ഒരു ഫ്രില്ല് കൊടുക്കാതെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു 3 ഇയർ ബേബി 22 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ടോട്ടലി നമുക്ക് ഏകദേശം ഒരു 7 മീറ്റർ മെറ്റീരിയലോളം വന്നിട്ടുണ്ട്. അതുപോലെ ലൈനിങ് ഒരു 1 മീറ്റർ 1.5 മീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കോട്ടൺ അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് പോർഷന് നമ്മൾ ഫ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. യോക്ക് പാട്ടുണ്ടല്ലോ, അപ്പോൾ അതും നമ്മൾ ഏകദേശം ഒരു ഫ്രില്ല് കൊടുത്തിട്ടുള്ള മോഡലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബെൽറ്റും ബാക്കിലെ ബോയും നമ്മൾ ബ്ലാക്കിൽ സീക്വൻസ് മെറ്റീരിയൽ സീക്വൻസ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കസ്റ്റമർ അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1600 1700 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് ചാർജ് ഏകദേശം 800 രൂപ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബോയും അതുപോലെ ടോപ്പ് പോർഷൻ വന്നിട്ടുള്ള ആ ഒരു ഫ്രില്ലുമാണ് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആണ് നമ്മൾ നെക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ 8 ഇഞ്ചും താഴേക്കുള്ളത് എക്സ്ട്രാ ആ ഒരു 22 ഇഞ്ചിന് 14 ഇഞ്ച് ഉണ്ടല്ലോ, അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫ്രില്ലും കൂടെ വന്നതുകൊണ്ടാണ് ഈ ഒരു ഫ്രോക്ക് ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെയർ ആക്സസറീസ് അവർക്ക് ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റും നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. സ്കേർട്ട് കുറച്ച് ഹെവിയാണ്. ടോപ്പ് വെൽവെറ്റ് തന്നെ മെറ്റീരിയൽ സീക്വൻസ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയും ടോപ്പ് പാർട്ടിൻ്റെ നമ്മൾ ആ ഒരു വയറ് കാണുന്ന രീതിയിലുള്ള ആ ഒരു കട്ടിങ്ങാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അധികം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇത്. അപ്പോൾ ഇത് ഒരു 1 ഇയർ ബേബി 2 ബേബിക്കുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. 1 ഇയർ ടു 2 ഇയറിൻ്റെ ആ ഒരു സൈസിലാണ്. ഇതിൻ്റെ ടോപ്പ് പാർട്ട് 8 ഇഞ്ചാണ് ആകെ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് സ്കേർട്ട് 11 ഇഞ്ചും ടോപ്പ് 8 ഇഞ്ചും അങ്ങനെ. അപ്പോൾ ഇതിന് സ്കേർട്ട് പോർഷന് മാത്രം നമ്മൾ 4 മീറ്റർ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടോപ്പിന് 1/2 മീറ്ററിൻ്റെ ഉള്ളിൽ, ലൈനിങ് 1 മീറ്ററിൻ്റെ ഉള്ളിൽ, അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അധികം നല്ല ഫ്ലെയർ കൊടുത്തത് തന്നെ നല്ല ബാർബി പോലെ നല്ല പഫി ആയിട്ട് കിടക്കുന്ന സ്കേർട്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1800 ആ ഒരു റേഞ്ചിനൊക്കെയാണ് കേട്ടോ കൊടുക്കുക. പിന്നെ സ്റ്റിച്ചിങ് ചാർജ് ഏകദേശം 800 രൂപ ആ ഒരു റേഞ്ചിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ഡ്രസ്സ് നമുക്ക് ഒരേപോലെ തന്നെ ചെയ്യാനാണ്. ഇനിയും ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ നമുക്ക് ചെയ്യാൻ പുതിയ ഓർഡറുകളൊക്കെ വന്നിട്ട് നമ്മളൊരു പുതിയ മോഡൽ ചെയ്തിട്ട് നമ്മളെ പേജിലൂടെ ആ ഒരു മോഡൽ തന്നെ ഉണ്ടോ നമുക്ക് അധികം ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റി മോഡൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മളൊരു ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ള ബ്ലാക്ക് സ്കർട്ട് ആൻഡ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതുപോലെ ഇപ്പോൾ നല്ല തിരക്കായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ പരമാവധി നമ്മൾ നല്ല രീതിയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒഴിവുള്ള ടൈമിലൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും കട്ടിങ്ങും ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വരുന്നത് എല്ലാവരോടും ബൈ.